ഉമ്മ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? നോമ്പ് പറഞ്ഞാ? ആ സുഖമായിട്ട് പോന്നെ. എന്തെല്ലാം രാത്രിനല്ലേ നസീറ? ഞാനുണ്ട്. ഞാൻ പള്ളി പോയതാ. ഞാൻ ഇപ്പൊ ഹോട്ടലിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആ എന്തെല്ലാം? എല്ലാവർക്കും സുഖം തന്നെ. അതെ, പെരുന്നാൾ എല്ലായിടത്തും ഒരുപോലെയായി. എന്താണ് കുട്ടികളെ പോയി? അതെയാ. പിന്നെ ഞാൻ 20,000 രൂപ അയച്ചിട്ടുണ്ട്. പിന്നെ വലിയ ഉമ്മ 10 രൂപ എടുക്കണോ? ബാക്കി 10 രൂപ എല്ലാവർക്കും എന്ത് ചെയ്യണോ? പിള്ളേർക്കെല്ലാം കൊടുക്കണോ? പെങ്ങന്മാർക്കെല്ലാം കൊടുക്കണോ? ബാക്കി കാര്യമ്മ നോക്കിട്ട് ചെയ്യും. ആയിക്കോട്ടെ, ഇൻഷാല്ലാ ഞാൻ വിളിക്കാന്നാലേ. ഞാൻ നിസ്കരിക്കാൻ പോയല്ലേ. ഉമ്മാൻ വിളിച്ചാണ്. പെങ്ങന്മാർക്കും പിന്നെ പെരുമാരിയൊക്കെ ഉണ്ട്. ഉപ്പാക്ക് സാധാരണ അയക്കലൊന്നും ഇല്ല. ഉപ്പ പിന്നെ ഉപ്പാക്കത്തെ ചെലവ് കാര്യമായിട്ട് ഉപ്പാക്ക് ചെലവൊന്നുമില്ലല്ലോ. നോർമലായി അയക്കലൊന്നുമില്ല. ഉമ്മാട് വാങ്ങും. ഉമ്മാട് വാങ്ങിക്കും. അതന്നെ ഉപ്പാനൊന്നുമില്ല. ഉപ്പാക്ക് അയക്കലും അങ്ങനെ ഉപ്പ ചോദിക്കലില്ല, ആവശ്യപ്പെടലില്ല. അതിൽ കണക്കിലില്ല. ഉമ്മാട് വാങ്ങിച്ചോളൂ. ഉപ്പാന്റെ ആവശ്യത്തിന് ഉപ്പ ഉമ്മാനോട് വാങ്ങുന്ന പറഞ്ഞേ അല്ലേ? ശരിക്കും ഞാനല്ലേ എന്തല്ല അൽഹംദുലില്ലാ അള്ളാന്റെ ഓഫീസ് കൊണ്ട് വർഷങ്ങളായിട്ട്, ഞാൻ 17 വർഷമായി പ്രവാസി ജീവിതം തുടങ്ങിയിട്ട്, വർഷങ്ങളായിട്ട് ഉമ്മാക്ക് അയക്കുമ്പോ ഉപ്പാക്ക് 5 റുപ്യ 10 റുപ്യ ഉപ്പാക്ക് കൊടുത്തതെന്ന് പറയും. ഉമ്മ ചോദിക്കും എന്തിനാ മോനെ, എന്തെങ്കിലും ആവശ്യം ഓരോ ചെലവല്ലേ കഴിയുന്നില്ല, എന്തിനാ മോനെ? എല്ലാ ഉമ്മാരും ചോദിക്കും. ഞാൻ എന്റെ ഉമ്മാന്നല്ല എല്ലാ ഉമ്മാരും ചോദിക്കും. എന്നാലും ഉമ്മാരെന്ന് പറയുന്നത് ഉമ്മാന്റെ കാര്യങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു തരുന്നുണ്ട്. ഉപ്പാക്കങ്ങ് കൊടുത്തേ അവർക്ക് വെറുതായ ചെലവ് വെറുതെ കാര്യം. ഇത്രയും കാലം നമ്മളെ പരസ്പരം ചിന്തിക്കണമെന്നറിയോ? ചില നമ്മൾ ജനിച്ചത് തൊട്ടിട്ട് 10-25 വയസ്സ് വരെ പണിക്ക് പോയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുന്നവരെ ഈ ഉപ്പാന്റെ ചൂടും വേർപ്പല്ലേ നമ്മൾ ജീവിച്ചത്. ആ ഉപ്പാക്ക കൊടുക്കണ്ടല്ലേ ഉമ്മാക്ക കൊടുക്കണ്ട, ഉമ്മാക്ക കൊടുക്കണ്ടെന്നല്ല ഉമ്മാന്റെ എല്ലാ ചെലവും നോക്കുന്നേ. പക്ഷെ ഉപ്പാൻ എന്തായാലും മറന്നു പോകാൻ പാടില്ല. ആ ഉപ്പാന്റെ സങ്കടം ഈ 5 റുപ്യോ 10 റുപ്യോ ഉപ്പാക്ക അയക്കുമ്പോ ഉണ്ടാകുന്ന ഉപ്പാന്റെ ആ സന്തോഷം ഉണ്ടല്ല, കോടി കൊടുത്താൽ കിട്ടൂല. കോടികൾ ധർമ്മം ചെയ്താൽ കിട്ടൂല. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ ഉസ്മാനെ? ഇല്ല. എല്ലാരും ഉപ്പാനെ മറന്നു പോന്ന്. ഉമ്മാൻ എന്ത് പൈസാലും ഉപ്പ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നേതൃത്വം കൊടുക്കേണ്ട തന്നെ ഉപ്പാക്കാണ്. ഉപ്പാനെ കൊണ്ട് ചെലവഴിപ്പിക്കണോ? ഉപ്പാനെ കൊണ്ടല്ലേ ഉപ്പ ഇത് ചെയ്യാതെ. കാരണം എന്താ അറിയോ? മക്കള് വലുതായി കഴിഞ്ഞാല് മക്കള് വലിപ്പം വെച്ച് പിന്നെ അങ്ങോട്ട് പോകുമ്പോ ഉപ്പാനെ ഒരു സൈഡേക്ക് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാവരും കാണുന്നത്. എല്ലാ കുടുംബത്തിലും ഉപ്പാക്ക് പ്രായം ഉപ്പങ്ങന്മാർ എല്ലാം ഉമ്മ തന്നെ ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉപ്പാൻ എന്താക്കരുത്, വില കുറച്ച് തേടി നിങ്ങൾ കാണരുത്. കാരണം ആ കുടുംബത്തിന്റെ നാടി ഉപ്പയാണ്. ആ കുടുംബം ഇങ്ങനെ ആയത് ഉപ്പയാണ്. ആ ഉപ്പാന്റെ ചോര നീരാക്കിയ വെറുപ്പിന്റെ വിലയാണ് ഞാനും ഉസ്മാനും ഒക്കെ അല്ലേ? അപ്പൊ എനിക്കെന്തോ ഒരു സങ്കടമായി വരുന്ന കേൾക്കുന്ന ഉമ്മാനോട് ഉമ്മ എത്ര എടുത്തോ മാരിയൊക്കെ കൊടുത്തേ പെങ്ങന്മാർക്ക് കൊടുത്തേ, ആ ഉപ്പാക്ക് വിലയില്ല. ഇവര് പറഞ്ഞത് കറക്റ്റാണ്. അങ്ങനെയുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ മക്കള് വളർന്നിട്ടാണ് ഉപ്പ ആകുന്നത് അല്ലേ? അപ്പൊ പിന്നീട് മക്കള് വളർന്നിട്ട് ഒരു 10-25 വയസ്സാകുമ്പോഴത്തേക്ക് പിന്നെ ഉപ്പ ഒന്നുമല്ലാതെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അത് നിങ്ങൾ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞത് 100% സത്യ ഒരു വാക്കാണ്. കേട്ടില്ലേ? എല്ലാരോടും കൂടി പറയാ, നമ്മൾ ഒരിക്കലും നമ്മളെ ഉപ്പ ചോദിക്കൂല, ഉപ്പ മിണ്ടൂല. എന്തുകൊണ്ടെന്നറിയോ? ഉപ്പാക്ക് ചോദിക്കാൻ അറിയില്ല, ഉപ്പാക്ക് സ്നേഹം കാണിക്കാൻ അറിയില്ല. ഉപ്പാക്ക് ഇങ്ങനെ ഒരു മൂലക്ക് തനിച്ചായിട്ട് അങ്ങനെ ഉപ്പ അങ്ങ് പോകും, മരണത്തിലേക്ക് അങ്ങ് വൈദ്യ പോകും. അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഇതിപ്പോ നാളെ പെരുന്നാളാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉപ്പ അയച്ച എല്ലാവർക്കും ഗൂഗിൾ ഇപ്പൊ ഉപ്പാക്ക് ഒരു 5 റുപ്യ ഇൻഷാ അല്ലാഹ് എല്ലാരും നമ്മൾ ഉപ്പാർക്ക് എന്താക്കട്ടെ ആയുഷിനും ആഫിയത്തിനും പഠിച്ച പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും, എല്ലാ അച്ഛനും ഉപ്പാക്കും എല്ലാവർക്കും അല്ലെ.